ഹലോ കൂട്ടുകാരെ, ഞാനാണ് കേട്ടോ ഈ കുമ്പിക്കകത്തുള്ളത്. പാവ എൻ്റെ ഉമ്മി ആകെ കുഴങ്ങി ക്ഷീണിച്ചു. കഴിച്ചോ കഴിച്ചോ, കുറച്ച് ആപ്പിളൊക്കെ കഴിച്ചോ, എന്നാലല്ലേ എനിക്ക് എനർജി കിട്ടുള്ളൂ. എൻ്റെ ഉമ്മി കൈ ഇങ്ങനെ വെച്ചിരിക്കുന്നത്, കയ്യിലെന്താ രണ്ട് കയ്യിലും കുത്തിയിട്ടുണ്ടല്ലോ. ആ ആ എനിക്ക് മനസ്സിലായി, ആശുപത്രിയിൽ എല്ലാവരും കുത്തി 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 കൈയെല്ലാം വേദനിപ്പിച്ചല്ലേ. കയ്യിലൊക്കെ മരുന്നൊക്കെ തേച്ചിട്ടുണ്ടല്ലോ. ഉമ്മി കഷ്ടപ്പെടണ്ട, ഉമ്മി സാറില്ല കേട്ടോ, ഞാൻ വേഗം വരാം. ഇന്നും ലേബർ റൂമിൽ പോയി കുറേ കഷ്ടപ്പെട്ടോ, നോക്കട്ടെ ഇൻഷാ അല്ലാ. എനിക്ക് പഠിച്ചം വിചാരിച്ച സമയത്ത് ഞാൻ വരും കേട്ടോ. അതാ വാപ്പി വന്നല്ലോ. വാപ്പി ഉമ്മയ്ക്ക് എന്താ വാങ്ങി തന്നേ? ജ്യൂസാണോ? എന്തായാലും പള്ള നിറച്ച് കുടിച്ചോളി. ഇവിടെ ആരുള്ളത്? ചിന്നാത്ത ഉണ്ടോ? ചിന്നാത്ത ഉമ്മീനെ നോക്കാൻ വന്നതാണല്ലേ. മഷാ അല്ലാ മഷാ അല്ലാ. എല്ലാവരും കൂടി പെട്ടെന്ന് തന്നെ എന്നെ വരവേൽക്കാൻ വേണ്ടി കാത്തിരുന്നോളിട്ടോ. എത്രയൊക്കെ കഴിഞ്ഞാലും എൻ്റെ ഉമ്മയും ഉപ്പി ഇങ്ങനെ സന്തോഷിച്ചിരിക്കുന്ന കാണാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അൽഹംദുലില്ലാ, ഇതാ ഞാൻ പുറത്തെത്തിയിട്ടുണ്ട് കേട്ടോ. എന്നെ മാറ്റിപ്പിടിച്ച് എങ്ങോട്ടാ കൊണ്ടുവന്ന് മനസ്സിലായോ? കുത്തി വെക്കാനാണ്. അല്ലാ പഠിച്ചോനെ, എന്നെ കുത്തി വെച്ച് എന്തൊരു വേദനയാണ്. എൻ്റെ ഇബ്ബായി എന്നെ എടുത്താലേ ഞാൻ കരച്ചിട്ട് നിർത്തുള്ളേ എന്ന് പറഞ്ഞ് ഞാൻ കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. പഠിച്ചോനെ, നല്ല വേദന ഉണ്ട് കേട്ടോ. ഇതിനാണോ ഞാനിപ്പോൾ കഷ്ടപ്പെട്ട് പുറത്ത് വന്നത്, ഇഞ്ചക്ഷൻ കുത്താനും കുത്തി വെക്കാനൊക്കെ. എന്തായാലും എന്നെ നോക്കിയിട്ട് ഇബ്ബായി ഇങ്ങനെ ചിരിക്കുന്ന കാണുമ്പോൾ ഒരു സന്തോഷമൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ ആകെ കഴിഞ്ഞിക്ക്, എന്തായാലും വേണ്ടില്ല, ഞാൻ ചുരുണ്ട് കൂടി ഉറങ്ങട്ടെ. അന്നോ പഠിച്ചോനെ, ഇതെന്തൊരു കുന്ത്രാണ്ടാണ്. ഞാൻ എന്തോ കഷ്ടപ്പെട്ട പുറത്ത് വന്ന് അപ്പോൾ കുറേ ലൈറ്റിൻ്റെ ഉള്ളിൽ ഇട്ടുക. ഇതാട്ടോ ഉമ്മ എന്നെ നോക്കി ഇങ്ങനെ ഇരിക്കുകയാണ്. പാവല്ല ഉമ്മ ആകെ ഇടങ്ങാറായി എന്നെയും കൊണ്ട്. ഞാനെന്തായാലും സുഖമായിട്ട് കിടന്നുറങ്ങാണേ. ഇതാരാപ്പാ എന്നെ എടുത്തേക്കുന്നേ? ആരാന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. പഠിച്ചോനെ, ഞാൻ ലേശം വലുതാകുമ്പോൾ മനസ്സിലാവുമായിരിക്കുമല്ലേ. എന്തായാലും നല്ല സുഖമുണ്ട്, എന്നെ ഇങ്ങനെ മുറുക്കി പിടിച്ചോണ്ട് സുഖമായിട്ട് ഉറങ്ങാൻ പറ്റുന്നുണ്ട്. എന്നപ്പോൾ ഈ ആശുപത്രിയിൽ നിന്ന് പോകാമെന്ന് ആലോചിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാ എല്ലാവരും വന്ന് എന്നെ വേഗം ആശുപത്രിയിൽ നിന്ന് കൊണ്ടുപോകാൻ. ചിന്നാത്താനിട്ട് എന്നെ എടുത്തേക്കുന്നത്. എൻ്റെ ഉബ്ബാൻ്റെ നിന്ന് ഇപ്പോൾ കണ്ടാൽ വിചാരിക്കും വല്ല ടൂറും പോവാണെന്ന്. ആശുപത്രിയിൽ നിന്നാണ് പോകുന്നതെന്ന് ഒരു വിചാരം നമ്മളിബ്ബായിക്കില്ല. ടൂറ് പോയ വൈഭവത്തോടു കൂടിയാണ് നമ്മളിബ്ബായി നിൽക്കുന്നത്. കണ്ടോ, യോ എന്നൊക്കെ ആക്കിയിട്ടാണ് നിൽക്കുന്നത്. എന്തായാലും ഞങ്ങൾ ഇന്ന് ആശുപത്രിയിൽ നിന്ന് പോട്ടെ കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ കുടുങ്ങിക്ക് ഞാൻ ഒന്ന് രക്ഷപ്പെട്ടാൽ മതി. നായിക്കുണ്ട്. വല്യമ്മ കഷ്ടപ്പെട്ട് എടുത്തോണ്ട് വന്ന ചക്കയും വാങ്ങിയൊന്നല്ല കേട്ടോ, എന്നെ തന്നെയാണ്. എന്നെ കിട്ടിയ സന്തോഷത്തിലാണ് വല്യമ്മ എല്ലാവർക്കും കാണിച്ചു കൊടുക്കാൻ. കണ്ടോ കുഞ്ഞുവാവിനെ കണ്ടോ, കുഞ്ഞുവാവിനെ കണ്ടോ. അവിടെയുള്ള നാട്ടുകാർ മൊത്തം ഉണ്ട് വീട്ടിൽ. കുടുംബക്കാരും ഗോത്രക്കാരും കുട്ടികളും ചട്ടികളും എല്ലാവരും ഉണ്ട്. എല്ലാവരും എന്നെ നോക്കിയിട്ട് കുഞ്ഞാവ 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 പറഞ്ഞുകൊണ്ട്. മനുഷ്യനാണ് എങ്ങനെയെങ്കിലും വീട്ടിലെത്തൊന്ന് കിടന്നുറങ്ങിയാൽ മതി. രേഷം പാപ്പിയും കുടിച്ചിട്ട് എന്ത് ചെയ്യാൻ എല്ലാവരും എന്നെ കയ്യിൽ നിന്ന് നിലത്ത് വെച്ചിട്ടില്ല. ഓർക്ക് എന്നെ കിട്ടിയപ്പോൾ എന്തൊക്കെ ചെയ്യേണ്ടത് എന്നൊരു നിശ്ചയമില്ല. എന്നിട്ടാണെങ്കിൽ ഉമ്മാൻ്റെ വക ഉമ്മ കൊടുക്കല്, ഫോട്ടോ എടുക്കല്. പിന്നെ ഇതാണിപ്പോൾ കണ്ണേറിന് ചെയ്യേണ്ട ഒരു സാധനം. മുളക് ചുറ്റുക. നമ്മളൊക്കെ പറയും മുളക് ചുറ്റുക, എന്തായാലും വേണ്ടില്ല. ജനിച്ച 5 ദിവസമായപ്പോഴത്തേ നമുക്ക് മുളകും ചുറ്റി. അപ്പം അൽഹംദുലില്ലാ ഞാൻ വേഗം വീട്ടിൽ പോയിട്ട് കിടന്നു അങ്ങോട്ട് കേട്ടോ. മുളകൊക്കെ ചുറ്റിക്കഴിഞ്ഞപ്പോൾ ഇതാ ഒരു താത്ത വന്ന് എന്നെ എടുക്കുന്നത്. ഇത് ഏത് താത്തയാണ്? ഇത് പൊന്നുത്താത്തയാണോ മിന്നുത്താത്തയാണോ ഏത് താത്തയാണെന്ന് വെച്ചറിഞ്ഞുകൊണ്ട് എന്തായാലും വലുതായിട്ട് എല്ലാവരോടും ഒരു താങ്ക്സ് പറയണം. അൽഹംദുലില്ലാ അങ്ങനെ നമ്മൾ പുരയിലെത്തി ഒന്ന് ആശ്വാസമായിട്ട് ഉറങ്ങട്ടെ. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്, ബൈ.